കേരള കോൺഗ്രസ് ഒരുമിക്കണമെന്ന ഒരു ആവശ്യവുമായി കത്തോലിക്ക സഭ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായിരിക്കും ഈ ഒരു നിലപാട് സഭ സ്വീകരിക്കാൻ കാരണം? അത് കേരള കോൺഗ്രസ് ഒരുമിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത് ഇതാദ്യമല്ല. ഇതിനു മുമ്പും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ കേരള കോൺഗ്രസ്സുകൾ ഒരുമിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തുണ്ടായിരുന്ന PJ ജോസഫ്, കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം LDF മുന്നണി വിട്ട് KM മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം ചേർന്ന് ലയിച്ച് ഒറ്റ പാർട്ടിയായി. പക്ഷെ അന്ന് ജേക്കബ് പോയില്ല, അദ്ദേഹം സ്വതന്ത്രനായിട്ട് തന്നെ നിന്നു. ഈ PJ ജോസഫ് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന ചിലരൊക്കെ ആ പാർട്ടി വിട്ടുപോയി. ആന്റണി രാജുവിനെ പോലെയുള്ളവർ ആ പാർട്ടി വിട്ടുപോയി. അദ്ദേഹം കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി സ്വയം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ട് ആന്റണി രാജു മാറി. അപ്പോൾ ഇത് ആദ്യമല്ല. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ്സുകൾ ഒരുമിക്കണമെന്ന ആവശ്യം കത്തോലിക്ക സഭ ഉന്നയിക്കുന്നത് ആദ്യമല്ല. 2011 സഭയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ഒരുമിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ ഫാദർ മാണി പുതിയിടം ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അദ്ദേഹം ഒരു LDF വിരുദ്ധ രാഷ്ട്രീയത്തിനോട് താല്പര്യമുള്ള ഒരാളായിട്ടാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ ജോസ് കെ മാണി UDF വിട്ട് LDFിലേക്ക് പോയതിൽ അതൃപ്തിയുമുണ്ട്. പല ബിഷപ്പുമാരടക്കമുള്ളവർ പറഞ്ഞും പറയാതെയും ഇക്കാര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് ജോസ് കെ മാണി UDFിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു, UDFിനൊപ്പം നിന്ന് ഒരു UDF രാഷ്ട്രീയമാണ് പയറ്റേണ്ടത് എന്നാണ് സഭയുടെ വ്യക്തമായ അഭിപ്രായവും നിലപാടും. അക്കാര്യത്തിൽ സഭയ്ക്ക് സംശയമൊന്നുമില്ല. ജോസ് കെ മാണി താൽക്കാലികമായ ചില ലാഭങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് പോയത്. ആ ലാഭം ഭാഗികമായി നിറവേറി, പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിറവേറ്റപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം പാലയിൽ നിന്ന് ജയിച്ചില്ല. അദ്ദേഹം പാലയിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയായേനെ. പഴയതുപോലെ കരിങ്ങൊഴിക്കൽ തറവാട്ടിലേക്ക് കൊടിവെച്ച കാറ്, കേരള സർക്കാരിൻ്റെ ബോർഡുള്ള കൊടിവെച്ച കാറ് വന്ന് നിന്നേനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം തോറ്റുപോയി. അതിന് മുന്നണിയെയോ ഇടതുപക്ഷത്തെയോ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ മാണി സി കാപ്പൻ, മാണി സാറ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വലിയ വെല്ലുവിളിയുമായിട്ട് നിന്ന ആളാണ്. അവസാനമൊക്കെ ആയപ്പം 2011 മാണി സാറ് 2011 2016 മാണി സാറ് വളരെ ഞെരുങ്ങിയാണ് ജയിച്ചു വന്നത്, അല്ലേ? അത് നമുക്കറിയാം. അദ്ദേഹം എത്ര കഷ്ടപ്പെട്ട് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിച്ചത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പാലയിൽ BJPക്കും അവിടെ അത്യാവശ്യത്തിന് സ്വാധീനമുണ്ട്. BJP നല്ല രീതിയിൽ അവിടെ വോട്ട് പിടിക്കാൻ തുടങ്ങി. BJP 20,000 25,000 ഒക്കെ വോട്ട് പിടിച്ച് കയറി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മാണി സാറിൻ്റെ UDFിൻ്റെ ഇത് കുറഞ്ഞു. UDFിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിലാണ് ആ വിള്ളലുണ്ടായത്. അവിടെ വളരെ സമർത്ഥമായിട്ട് ആദ്യം LDFിൽ നിന്നിരുന്ന മാണി സി കാപ്പൻ വളരെ കൃത്യമായിട്ട് അവിടെ ആ സ്പേസ് പിടിച്ചെടുത്തു. അദ്ദേഹം അവിടുത്തെ ഒരു വലിയൊരു പേര് കേട്ട തറവാടാണ് ഈ കാപ്പൻ സാറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനും സ്വാഭാവികമായിട്ട് അവിടെ സ്വാധീനമുണ്ട്. അദ്ദേഹം ഈ സഭയുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹവും. പിന്നീട് അത് ജോസ് കെ മാണി മത്സരിക്കാൻ വന്നപ്പോൾ അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മകന് തഴമ്പ് കിട്ടുമോ ചന്തിക്ക്? ഇല്ല. അത് സംഭവിച്ചു. അദ്ദേഹം തോറ്റു. മാണി സി കാപ്പൻ സാറ് ജയിച്ചു. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവുള്ളതാണ്. സാക്ഷാൽ ലീഡറുടെ മകൻ KA മുരളീധരൻ എവിടെയെല്ലാം തോറ്റു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ വരെ തോറ്റു, അല്ലേ? അദ്ദേഹം 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 7 എണ്ണം വിജയിച്ചു, 2 എണ്ണം തോറ്റു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം വടക്കാഞ്ചേരി തോറ്റിട്ടുണ്ട്. പിന്നീട് അതിനു മുമ്പ് അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോഴിക്കോടും അദ്ദേഹം ഒരു തവണ തോറ്റു എന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ തോറ്റിരിക്കുന്നു, തൃശ്ശൂർ തോറ്റിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ സഭകൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം UDFിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഭാ രാഷ്ട്രീയത്തിൻ്റെ ലാഭം കൊയ്യുന്ന ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ്സുകൾ ഒരുമിക്കണമെന്നും ഒരുമിച്ച് അവർ UDFിലേക്ക് പോകണമെന്നും
സഭയ്ക്ക് ഒരു താല്പര്യം വരുന്നതിന്റെ നേരത്തെ കാരണം സഭയുടെ ഒരു അതാണ്. സമ്മർദ്ദം ജോസ് കെ മാണിക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ട്. ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉവ്വ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയോര കർഷകർക്കൊക്കെ വേണ്ടി അൻവർ എടുത്തുയർത്തി അതേ വാളുകളൊന്നും ഉയർത്താനൊക്കെ ശ്രമിച്ചത്. പക്ഷേ ഇപ്പൊ വീണ്ടും ഒരു സമ്മർദ്ദത്തിലേക്ക് വരുമ്പോൾ അത് ഒരുപക്ഷെ ഈ വിഭാഗം, മാണി വിഭാഗം രണ്ടായിട്ട് പിളരാനും സാധ്യതയില്ലേ? ഇല്ല, അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും അത് പിളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പിളർപ്പും ഈ ഐക്യവും ഒന്നും ഒരു പ്രശ്നമല്ല. പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നുള്ള മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇവിടെ അതല്ല, ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ മലബാർ ബെൽറ്റിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഒരു 20 സീറ്റ് വരെ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ട ചില സീറ്റുകളുണ്ട്, 4-5 സീറ്റുകളുണ്ട്. അതും കൂടി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നായിട്ട് അവർ ജയിച്ചു വരും. കാസർഗോഡ് ജില്ലയിലും അവർക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം ലീഗാണ് ജയിക്കുന്നത്. പിന്നെ ഈ കണ്ണൂരേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ അഴീക്കോട് അവർക്ക് സ്വാധീനമുണ്ട്. കണ്ണൂർ ടൗൺ, കണ്ണൂർ മണ്ഡലത്തിൽ അവർക്ക് സ്വാധീനമുണ്ട്. അതെല്ലാം UDFന് അനുകൂലമായി മാറും. കോഴിക്കോടും മലപ്പുറമാണ് പിന്നെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഉദാഹരണത്തിന് പാലക്കാട്, ഇപ്പോൾ പാലക്കാട് അവർ ജയിച്ചു, UDF ജയിച്ചു. ഒറ്റപ്പാലം UDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. പട്ടാമ്പി UDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കോങ്ങാട് UDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇവിടെയൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ മെഷീനറി പ്രവർത്തിപ്പിച്ചാൽ, അണികളെ രംഗത്തിറക്കിയാൽ തീർച്ചയായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അവിടെയൊക്കെ ജയിക്കാൻ പറ്റും. പക്ഷേ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് പയറ്റണം. അവിടെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ ജയിക്കില്ല. പാലക്കാട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കില്ല. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കും. ആ കോൺഗ്രസ്സുകാരൻ ഏത് ജാതിയോ മതമോ എന്തോ ആകട്ടെ, പക്ഷെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലേ അവിടെ ജയിക്കുകയുള്ളൂ. അവിടെ മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ചിലപ്പോൾ ജയിക്കില്ല. ഇത് പൊന്നാനിയിലും സംഭവിക്കും. പൊന്നാനിയിലും ഒരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി പയറ്റിയാൽ ഒരു പക്ഷേ ആ സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ ഈ മലബാർ ബെൽറ്റിൽ പൊതുവെ UDFന് ഒരു മേൽക്കൈ കിട്ടാനുള്ള എങ്ങനെ പോയാലും ഒരു 10-35 സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. പാലക്കാട് തൊട്ട് മേളിലോട്ട്, ഈ തൃശ്ശൂർ തൊട്ട് ഈ മധ്യ കേരളം തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ്. അത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ്. അവിടെ സഭകളുമായിട്ട് ഒരു പ്രത്യേക കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നിന്നാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മധ്യ കേരളത്തിൽ SNDPക്കും അത്യാവശ്യം സ്വാധീനമുണ്ട്. അവിടെ SNDPയും സഭകളും ഒക്കെ ആയിട്ട് ഒരു ഏറ്റുമുട്ടലിന് നിന്നാൽ അവിടെ വലിയ തിരിച്ചടി കിട്ടും. മറിച്ച് അങ്ങനെ പോകാതെ ഒരു കൃത്യമായി മണ്ഡലങ്ങളുടെ സ്വഭാവം അറിഞ്ഞ് മണ്ഡലങ്ങളിലെ ഏത് സമുദായമാണോ കൂടുതലുള്ളതെന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്കും കൂടി താല്പര്യമുള്ള, എന്നാൽ മറ്റ് സമുദായങ്ങൾക്ക് അനഭിമതരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവിടെ UDFന് വലിയ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഈ തെക്കൻ കേരളമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങൾ. അവിടെ വളരെ കൃത്യമായിട്ട് NSSനും SNDPക്കും തന്നെയാണ് സ്വാധീനം. ഈ 2 സമുദായങ്ങളും വിചാരിച്ചാൽ, അല്ലെങ്കിൽ ആ സമുദായങ്ങളിൽപ്പെട്ട വോട്ടർമാർ വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും പറ്റും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ തന്നെയാണ് സഭയുടെ തീരുമാനം. കത്തോലിക്ക സഭ വെറുതെ ഒന്നും വഞ്ചി ഇറക്കത്തില്ല. വള്ളം ഇറക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ട്. ചാകര ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ തോണി ഇറക്കിയിരിക്കുന്നത്, അല്ലാതെ തോണി ഇറക്കില്ല. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാനും അതുവഴി UDFന് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിച്ച് UDFനെ മുമ്പിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് പല സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് നടത്തിക്കൊണ്ടു പോകണം. അതിന് സർക്കാരിൻ്റെ സഹായം വേണം. സർക്കാർ അതിനനുസരിച്ച് നിൽക്കണം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് അത് വേണ്ടത്ര നടക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കേരള കോൺഗ്രസ്സുകളുടെ ഒരു ഐക്യമുണ്ടാക്കി അതിനെ UDFൽ എത്തിച്ച് അതുവഴി
ഒരു രാഷ്ട്രീയം പയറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ അവരെത്ര വിജയിക്കും പരാജയപ്പെടുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ കേരള കോൺഗ്രസ് എം ഇനി ഒരു വലിയ പിളർപ്പിലേക്കൊക്കെ പോകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പിളർന്നാലും അവരെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നേ പറ്റുള്ളൂ. ഇന്നങ്ങനെ പിളർന്ന ഒരു വിഭാഗം എന്തായാലും ഇടതുമുന്നണി പോകും എന്നാണല്ലോ അതിൻ്റെ സൂചന. അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ നിൽക്കും, മറുവിഭാഗം UDFിലേക്ക് ചാടും എന്നാണ്. ആരാണെങ്കിലും ഇന്ന് LDFിനോടൊപ്പം നിൽക്കുന്ന ആ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന ഘടകത്തിന്, കേരള കോൺഗ്രസ് ഘടകത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് ആരും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പറയുന്നില്ല. രാഷ്ട്രീയം അറിയുന്ന ആരും അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പിളർപ്പ് സംഭവിക്കാൻ സാധ്യതയില്ല. മറിച്ച് EJ ജോസഫ് അടക്കമുള്ളവർ ഇങ്ങോട്ട് വരികയും ഈ കേരള കോൺഗ്രസ് അങ്ങോട്ട് പോവുകയും ചെയ്ത് അവർ തമ്മിലൊരു ഐക്യമുണ്ടായി ഒരു ഒത്തുചേരൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു 10 മേളിൽ സീറ്റിലേക്ക് കേരള കോൺഗ്രസ്സിന് ജയിക്കാനും പറ്റും. മധ്യ കേരളം UDFിന് പിടിച്ചെടുക്കാനും പറ്റും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് അത് വിജയിക്കാൻ സാധിക്കും. പല മണ്ഡലങ്ങളും നമ്മളീ പറയുന്ന ഇനി പത്തനംതിട്ടയിൽ പോലും അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.